ആയിരം കണ്ണുകൾക്ക് നടുവേ അമ്പേറ്റ കിളിയെ പോലെ എന്റെ മനസ്സ് ചിറകടിക്കുന്നു. വണ്ണക്കടലാസിലൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ചം സർപ്പക്കുഞ്ഞുങ്ങളെപ്പോലെ എന്റെ ശരീരത്തെ ഇഴഞ്ഞോടുന്നു. നീ ഈ ആഭാസം നൃത്തം തുടരണമെന്ന് എനിക്കും ആഗ്രഹമില്ല. ഒരു നല്ല കോള് കിട്ടിയാൽ ജോൺസിനോട് യാത്ര പറഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാം. മതി കുടിച്ചത്. ഡോണ്ട് സ്റ്റോപ്പ് മീ. ലഹരി മാത്രമാണ് എന്റെ ഒരേ ഒരു അഭയം. ഈ വിസ്കിയുടെ ലഹരി, പിന്നെ നിന്റെ ഈ കണ്ണുകളുടെ ലഹരി. ചിലമ്പനങ്ങി ചിരിയിൽ വളകളിലുങ്ങി മൊഴിയിൽ നാണപ്പൂക്കൾ വിൽക്കും പൂക്കാരി നീ. ചിലമ്പനങ്ങി ചിരിയിൽ നാണപ്പൂക്കൾ വിൽക്കും പൂക്കാരി നീ. നിൻ കണ്ണിലെ മധുശാല എൻ മനസ്സിൻ പാഠശാല. നിൻ കണ്ണിലെ മധുശാല എൻ മനസ്സിൻ പാഠശാല. നിന്നേയാം പുഷ്പമാല എന്നും മാറിൽ ചാത്താൻ കാലം കനിഞ്ഞുവെങ്കിൽ. ചിലമ്പനങ്ങി ചിരിയിൽ വളകളിലുങ്ങി മൊഴിയിൽ കാണപ്പൂക്കൾ വിൽക്കും പൂക്കാരി നീ. നിന്ദാഹത്തിൻ സർപ്പനൃത്തം നിന്മാറിൽ പൂക്കും വികാരം. ഈ പ്രേമത്തിൻ വർണ്ണമേളം ഈ ലഹരി ലയതാളം. നിന്ദാഹത്തിൻ സർപ്പനൃത്തം നിന്മാറിൽ പൂക്കും വികാരം. ചിലമ്പനങ്ങി ചിരിയിൽ വളകളിലുങ്ങി മൊഴിയിൽ നാണപ്പൂക്കൾ വിൽക്കും പൂക്കാരി നീ. ചിലമ്പനങ്ങി ചിരിയിൽ വളകളിലുങ്ങി മൊഴിയിൽ നാണപ്പൂക്കൾ വിൽക്കും പൂക്കാരി നീ.
കാപ്പി. ഇന്നലെ ഇച്ചിരി കൂടുതൽ കുടിച്ചുപോയി. ഞാൻ ചോദിച്ചില്ലല്ലോ. ചിലർക്ക് അമ്പലത്തിലെ തീർത്ഥമാണ് ഇഷ്ടം, മറ്റു ചിലർക്ക് ചാരായത്തോടാണ് പ്രിയം. കാറവിടെ? ആ മാലയും മാലയോ? അതെ, മാല തന്നില്ലെങ്കിൽ ഞാൻ വിളിച്ചു പോയി ആളെ കൂട്ടും. ദേ ഇങ്ങോട്ട് നോക്കിക്കേ, ആ കാണുന്ന വലിയ വീട്ടിൽ താമസിക്കുന്ന ആരാണെന്നറിയോ? ആരാ? DIG. പോലീസ് വന്ന ഭൈരവി തന്നെ കുഴയും. പിന്നെ ഞാനെന്തിനാ കുഴയുന്നേ? കുഴഞ്ഞു പോവും. കാറിൽ വന്ന് എന്നെ പിടിച്ചു നിർത്തി എന്റെ മാല തട്ടിയെടുത്തു. ഭഗവാനെ, കടുവായോ കിടുവാ പിടിച്ചല്ലോ എന്റെ സിന്ധു ഭൈരവി. ഇനി ആ സത്യം പറയാം, നിന്നെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി
ഞാൻ നടത്തിയ നാടകമല്ലേ ഇത്? എന്നെ എന്തിനാ പരിചയപ്പെടുന്നത്? പ്രേമിക്കാൻ, പ്രേമിച്ച് കല്യാണം കഴിക്കാൻ. രക്ഷയില്ല. എന്തേ? ആദ്യത്തെ ചാൻസിൽ ആരും ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ ഞാൻ സെപ്റ്റംബറിൽ നോക്കാം. എന്റെ മാല ഒന്നിച്ചു പോവാൻ. സിന്ധുവിന്റെയും ഭൈരവിയുടെയും ഓർമ്മയ്ക്ക് വേണ്ടി ഈ മാല ഞാൻ കൊണ്ടുപോകും. എന്റെ ഓർമ്മയ്ക്കായി ഞാൻ മറ്റൊരു സമ്മാനം തരട്ടെ? തരൂ, തരട്ടെ. തരൂ. അയ്യോ, സത്യത്തിന് വിലയില്ല സിന്ധു ഭൈരവി. ഞാൻ കള്ളനോ തെണ്ടിയോ അല്ല, നിന്റെ ഒരു ആരാധകനാണ്. ഈ മാല പോലെ 1,00,000 മാലകൾ നിന്റെ കാൽക്കലേക്ക് വലിച്ചെറിയാൻ എനിക്കൊരു ദിവസം വന്നു. മാല പോയി എടുത്തോണ്ട് വരാനുള്ള സമയം. സത്യമാണോ? സത്യം. ആ പദത്തിന് എന്തർത്ഥം? ഞാനൊരു കോടീശ്വരന്റെ മകനാണ്, അറിയാമോ? എന്താ ജോലി? പേഴ്സ് ഇൻഡസ്ട്രി എന്ന് വെച്ചാ? അതായത് മണി പേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറി. വൈരമാല ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി എനിക്കുണ്ട്. അപ്പൊ ആശാരിയാണോ? അതെ, മനസ്സുകൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആശാരി, മനോ ആശാരി. പക്ഷെ എന്റെ പൂർവികന്മാരെല്ലാം നമ്പൂരിമാരായിരുന്നു. ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത്. നിങ്ങളുടെ നിസ്വാർത്ഥ പ്രേമത്തെ ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ അതൊരു മഹാപാപമായി തീരും. നിങ്ങളെ പ്രേമിച്ചാലോ എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്യും. അയ്യോ, അതെന്താ? അച്ഛൻ ഒരു സംഗീതജ്ഞന് മാത്രമേ എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ സംഗീതമാണ്. അറിയില്ലേ ലോഹിതാക്ഷം ഭാഗവതരെ? അച്ഛൻ എന്നെ വിളിച്ചോ? നീ ഇതുവരെ എവിടെയായിരുന്നു മോളെ? നീ വെറുതെ കാലിൽ ഇങ്ങനെ കറങ്ങി നടക്കരുത്. ുദ്യാനം നിന്റെ പ്രായമുള്ള സൂക്ഷിക്കേണ്ടതാണ്. അഭിരാമ്യമുണ്ട്. വേഗം പോയി പക്കമ്പോൾ എടുത്തോളൂ, വായിക്കേ. ഇന്ന് ത്യാഗരാജ ജയന്തിയല്ലേ? ചേടാ, വിളിച്ചുണർത്തിയിട്ട് അത്താഴമില്ല എന്ന് പറയുന്ന സമ്പ്രദായമല്ലേ ആ വക്കീല് കാണിച്ചു പോയത്? 1,00,000 രൂപ നീ വെറുതെ അവളെ അടിച്ചിറക്കി. അവളാ വെള്ളസാരി കൊടുത്താ പൂജാമുറിയിലങ്ങ് കിടന്നോണ്ടേന്. നമുക്ക് 1,00,000 രൂപയും കിട്ടിയത്. ഇപ്പൊ കുറ്റം എനിക്കായി. നോക്കണേ എന്റെ ഒരു കഷ്ടകാലം. നമുക്കൊരു കാര്യം ചെയ്താലോ? ചേട്ടത്തി അമ്മയെ കാണാനില്ലെന്നും പറഞ്ഞ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുക്കാം. പക്ഷെ ഒരു കാര്യം, ഇൻസ്പെക്ടർ മുള്ളും മുനയും വെച്ച് ഓരോന്നും ചോദിക്കും. ആലോചിച്ച് മറുപടി പറഞ്ഞില്ലെങ്കിൽ കേസ് തിരിഞ്ഞു വീഴും, വാദി പ്രതിയാവുകയും ചെയ്യും. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഇനി അവൾ ആ തടിമാടനെ സംബന്ധം ചെയ്ത് കാണുമോ എന്നാ എനിക്ക് സംശയം. അവൾ ആരെ വേണമെങ്കിൽ സംബന്ധം ചെയ്തോട്ടെ, നമുക്ക് ആ രൂപ ഇങ്ങോട്ട് കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ പാതിരങ്ങളിങ്ങനെ ഭഗവതി, ആ 1,00,000 രൂപ ഇങ്ങോട്ട് കയ്യിലോട്ട് കിട്ടിയാൽ അന്ന് തന്നെ 10 നയാപൈസ അതിൽ നിർത്തി അവിടുത്തെ വഞ്ചിപ്പെട്ടിയിൽ ഇട്ടോളാമേ. അമ്മേ മഹാമായേ. ജൂലൈ 2-ാം തീയതി രാത്രി 12 മണി വരെ ചേട്ടത്തിയമ്മ മുറിയിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് കാണാതായത്. ശരി, നിങ്ങൾ പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് പോകും, ഞാൻ അന്വേഷിക്കാം. അമ്പലത്തിൽ വന്നു തുടങ്ങിയോ? ഇത്തരക്കാർക്ക് ഭക്തി കൂടുമടി. ഇവളിവിടെ എങ്ങനെ പതിവായി വന്നാൽ ഭഗവതി ഇറങ്ങിപ്പോയെന്ന് വരും. അപ്പോഴേ കുറച്ച് പുണ്യം ഞങ്ങൾക്കും കൂടെ തന്നേച്ചു പോടി. മുഴുവൻ അങ്ങ് കൊണ്ടുപോയി വേണുവിന് കൊടുക്കാതെ. ഓ, നടക്കുന്ന നടപ്പ് കണ്ടില്ലേ? കട്ട മുതൽ തിന്ന് കഴിയുന്ന അലവലാതി. അല്ലടാ, നീ ഉറങ്ങിയില്ലേ?
ഞാനൊരു കാര്യം പറയാൻ കാത്തു നിന്നല്ലേ. ഇറങ്ങി വേണ വെളിയിൽ, ഇല്ലെങ്കിൽ നിന്റെ കഥ ഞാൻ ചവിട്ടി പൊളിക്കും. നീ പെണ്ണുങ്ങളെ കണ്ട കമന്റ് അടിക്കും അല്ലേ? നിന്റെ നാവ് ഞാനൊന്ന് പിടിതെടുക്കും. ഞാൻ പറയുന്നത് കേൾക്കുക, അയാൾ അടിക്കരുത്, അടിക്കരുതെന്നല്ലേ പറഞ്ഞത്. വേണു 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 വേണു. ഞാൻ നിങ്ങളെ തിരിച്ചറിച്ചില്ല. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണിത്. എന്നെ തല്ലാനുയർന്ന ഒരു കൈകളും പിന്നീട് ഉയർന്നിട്ടില്ല. പക്ഷേ ഇന്നലെ വരെ എന്നെ കണ്ടാൽ ഈ തെരുവിലെ ഓരോ മനുഷ്യനും ഭയന്ന് വിറയ്ക്കുമായിരുന്നു. അത്രയും പേരുടെ മുൻപിൽ വെച്ച് ഒരു സ്ത്രീയുടെ തല്ലും വാങ്ങി ഞാൻ അനങ്ങാതെ നിന്നു. നാളെ മുതൽ അവരെന്നെ കണ്ടാൽ കാർക്കിച്ച് തുപ്പും. ഞാൻ വെറുമൊരു ഭീരുവായില്ല അവരുടെ കണ്ണിൽ. അഭയം തന്നതിന് നിങ്ങൾ എനിക്ക് തന്ന ശിക്ഷ അസലായി. നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? നിർത്താൻ. സാർ, തീപ്പെട്ടിയുണ്ടോ സാർ? ആരോഗ്യപരമായ കാരണങ്ങളാൽ ഞാനൊന്നും കൊണ്ടു നടക്കാറില്ല. ആരോഗ്യപരമായിട്ട് അങ്ങ് ക്ഷമിച്ചേക്കണം. മെലിഞ്ഞ കള്ള. എടാ നീർക്കോലി, നില്ലടവിടെ നീർക്കോലി.
വിരഹവും